ഷേളി കരയാണോ? വാട്ട്സ് എ പ്രോബ്ലം? പറയൂ ഷേളി. ഫീലിംഗ്സ്, ഈ ഫീലിംഗ്സ്. ഓ മൈ പുവർ ഗേൾ, പ്ലീസ് ഡോണ്ട്. നിന്റെ ഈ സാഡ് മ്യൂസിക് ആണ് മിസ്സിസ് ഐസക്കിനെ കരയിക്കുന്നത്. ഒരു ഹാപ്പി പാട്ട് പാടൂ. ഹയ്യാര ഹയ്യാര ഹയ്യാര. ഞാൻ ഇവളോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, ആന്റി ഇവിടെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യരുന്നു. കേൾക്കണ്ടേ? നോ മിസ്റ്റർ പോൾ. സ്റ്റെല്ല വല്ലപ്പോഴും വന്ന് ഈ പിയാനോ പ്ലേ ചെയ്ത് കേൾക്കുമ്പോഴാണ് എനിക്ക് മെന്റൽ പീസ് കിട്ടുന്നത്. മ്യൂസിക് എന്റെ ലൈഫാണ്. 5-8 കൊല്ലം മകനെയും ഞാൻ പഠിപ്പിച്ചിരുന്നു. ചെറുപ്പത്തിൽ ടാലന്റ് ഉണ്ടായിരുന്നു അവന്. മുതിർന്നപ്പോ അവനും മാറിപ്പോയി. നിങ്ങളുടെ ഈ പുളിച്ച മ്യൂസിക് ആരാ കേൾക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടത് ഇലക്ട്രിക് ഗിറ്റാറും സിന്തസൈസറും ഡ്രംസും ഒക്കെയാണ്. ഫാസ്റ്റ്. അത് ശരിയാ. തനിക്ക് എന്തറിയാം മ്യൂസിക്കിനെ പറ്റി? ഷേക്കും മൂൺ വാക്കും ബ്രേക്ക് ഡാൻസും ആണ് മാസിന് ഇഷ്ടം. ഡേവിഡ് പ്ലീസ്, മമ്മിയെ ഹർട്ട് ചെയ്ത് സംസാരിക്കാൻ പാടില്ല. ഉള്ളത് പറയണ്ടേ? മൈക്കൽ ജാക്സണും സ്റ്റീവ് വെൻഡറും മഡോണയുമാണ് യങ്സ്റ്റേഴ്സിന് ഹരം. അതിനിടയ്ക്ക് ഞാൻ ഈ തല്ലിപ്പൊളി പിയാനോ വായിച്ചിരുന്നിട്ട് എന്താ പുണ്യം? പുണ്യത്തിനാണോടാ നീ കുതിരക്കാരനായത്? യെസ്, എന്റെ പപ്പയാതായിരുന്നല്ലോ. യെസ്, ബട്ട് നോട്ട് ലൈക്ക് യു. മിസ്റ്റർ ഐസക് ഒരു ജോക്കി ആയിരുന്നു. ആ വർക്കിനൊരു ഡിഗ്നിറ്റി ഉണ്ട്. ഇറ്റ് ഈസ് കറക്റ്റ്. നമ്മൾ ആംഗ്ലോ ഇന്ത്യൻസിന് നേറ്റീവ്സിന്റെ കൂടെ വർക്ക് ചെയ്യാം, പക്ഷേ സ്റ്റാറ്റസ് കീപ്പ് അപ്പ് ചെയ്യാം. ഇവൻ എന്താ പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നത്? കുതിരയെ കുളിപ്പിക്കുക, മാലീസ് ഇടുക, തീറ്റ കൊടുക്കുക. ഡോണ്ട് ഇന്റർഫിയർ മാൻ. ഇത് ഞങ്ങൾ ആംഗ്ലോ ഇന്ത്യൻസിന്റെ കാര്യമാണ്. അവശ്യ ക്രിസ്ത്യാനിയെ നീ അഭിപ്രായം പറയണ്ട. ഡേവിഡ് പ്ലീസ് ഡോണ്ട് ഇൻസൾട്ട് അവർ ഗസ്റ്റ്. ഗസ്റ്റിന് ഹോസ്റ്റിനെ ഇൻസൾട്ട് ചെയ്യാമോ? ഡേവിഡ്, നീ എന്തിനാ ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്നതെന്ന് എനിക്കറിയാം. ഡേവിഡ്, മിസ്റ്റർ സണ്ണിയോട് ഇങ്ങനെ. തണ്ണി 24 hours വെള്ളം അടിച്ച് നടക്കുന്ന ഇവനെ തണ്ണി എന്നാ വിളിക്കേണ്ടത്. തണ്ണി വർഗീസ്. ക്ഷമിക്കും മിസ്റ്റർ സണ്ണി പ്ലീസ്. പിന്നെ ഹലോ ഹലോ പ്ലീസ് ഹലോ. ഓ ഗോഡ്. ഡേവിഡ്, ഡേവിഡ്, എത്ര ഇൻഡീസെന്റ് ആയിട്ടാ നീ അവരോട് ബിഹേവ് ചെയ്ത്. മമ്മിയോ? ആ ഡോക്ടർ അങ്കിളിന്റെ മുമ്പ് വെച്ച് എന്നെ ഇങ്ങനെ താഴ്ത്തി പറഞ്ഞാൽ അയാൾ എനിക്ക് മകളെ തരുമോ? നിനക്ക് തരാനോ? യെസ്, ഞാൻ സ്റ്റെല്ലെ ലവ് ചെയ്യുന്ന വിവരം മമ്മിക്ക് അറിയില്ലേ? ഷീ ഈസ് മൈ വുഡ് ബി. നോ, സ്റ്റെല്ല എനിക്ക് ഇഷ്ടപ്പെട്ട കുട്ടിയാണ്. അവളുടെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഐ വോണ്ട് അലോ യു. ഓ മമ്മി, നിങ്ങൾ എന്നെ എനിക്കിട്ട് പാര പണിയാണോ? വാട്ട്സ് ഇറ്റ്? കുന്തം, നിങ്ങൾ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ച് അടങ്ങൂ. ഫോർ ഗോഡ് സേക്ക് വിൽ യു പ്ലീസ് ഗോ? വേണ്ട, ഞാൻ തന്നെ പോയേക്കാം. ഡേവിഡ്, ഡേവിഡ്, what happened? മമ്മി എന്തിനാ ബഹളം വെക്കുന്നത്? സ്റ്റെല്ല ടെൽ മീ, ചൈൽഡ്ഹുഡ് തൊട്ട് ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് അല്ലേ? Yes. എന്നിട്ട് ഇപ്പൊ മമ്മി പറയുന്നു നമ്മളെ മാരി ചെയ്യാൻ സമ്മതിക്കില്ല എന്ന്. എന്റെ പപ്പയെ സമ്മതിക്കില്ല. വൈ? ഏത് ഡോക്ടർ മകളെ ഒരു സ്റ്റേബിൾ ബോയ്ക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക? അതിനല്ലേ ഞാൻ ട്രൈ ചെയ്യുന്നത്, ഒരു ജോക്കി ആവാൻ. ഇറ്റ്സ് മൈ ലൈഫ് അംബിഷൻ. ഒരു ഡർബി വിൻ ചെയ്യാ, ഗൗതമിനെ പോലെ, പെസി ഷ്രോഫിനെ പോലെ. അത് അപ്പ ആലോചിക്കാം. സ്റ്റെല്ല, അതിനിടയ്ക്ക് നീ സണ്ണി വർഗീസുമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല. എനിക്കും. പക്ഷെ ഒരു ബോയ് ഫ്രണ്ട് ആണെന്ന് പറയല്ലാതെ ഇതുവരെ ഡേവിഡ് ഒരു ഷോപ്പിംഗിനോ ഔട്ടിങ്ങിനോ ഡിന്നറിനോ കൊണ്ടുപോയിട്ടുണ്ടോ? എന്റെ ടേസ്റ്റ് അറിഞ്ഞൊരു മ്യൂസിക് കാസറ്റെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? അതൊക്കെ വലിയ ചെലവുള്ള കാര്യമല്ലേ? അല്ലാതെ വലിയ ലവേഴ്സ് ആണെന്ന് പറഞ്ഞു നടന്നിട്ട് എന്താ കാര്യം? ഇങ്ങനെ ഡ്രൈ ആയിട്ട്. എന്റെ കയ്യിൽ കാശ് ഇല്ലാഞ്ഞിട്ടല്ലേ സ്റ്റെല്ല? റേസിൽ ബെറ്റ് വെക്കാനും കള്ളു കുടിക്കാനും കാശുണ്ടല്ലോ. ഇപ്പോഴല്ലേ കാശ് പോക്കറ്റിൽ? നോക്കട്ടെ. ഇത് മാസ്റ്റർക്ക് ചിലത് വാങ്ങിക്കാൻ വേണ്ടി. ഓക്കെ ഓക്കെ, ലിവ് ഇറ്റ്, ലിവ് ഇറ്റ്. ഹൗ മച്ച് ഡു യു വാണ്ട്? 100 rupees. ദാ പിടിച്ചോ. 2 പേർ ഡ്രസ്സും ഒരു മാലയും വാങ്ങിച്ചോ. പക്ഷെ എനിക്ക് നിന്നോട് വരാൻ സമയമില്ല. സ്റ്റേറ്റ് ഫാമിൽ ഡ്യൂട്ടി ഉണ്ട്. മാസ്റ്റർ അങ്ങോട്ട് പോയിരിക്കാം. സീ യു. മിസ്റ്റർ ഗൗതം, നിങ്ങളുടെ ഈ കേസിൽ എന്നെ കക്ഷി ചേർക്കരുത് പ്ലീസ്. നേരത്തെ നിങ്ങൾ ചേർന്നിട്ടുണ്ടല്ലോ. ഇംപാർഷ്യലായിട്ട് കാര്യങ്ങൾ നടത്തുമെന്നുള്ള വിശ്വാസത്തിലാണ് കോടതി നിങ്ങളെ അധികാരപ്പെടുത്തിയത്. ഒരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രിൻസിപ്പൽ എന്ന നിലയ്ക്ക് ഐ ഓൾസോ എക്സ്പെക്ടഡ് സം ഡീസൻസി ഫ്രം യു. മിസ്റ്റർ ഗൗതം, അന്യായമായി എൻ്റെ മകനെ എന്നിൽ നിന്ന് അകറ്റിയവരിലും വലിയ ക്രൂരതയാണ് നിങ്ങൾ എന്നോട് കാണിച്ചത്. 2 കൊല്ലത്തോളം കോടതി കയറി ഇറങ്ങി വേദനയും പ്രയാസവും സഹിച്ച് അവനെ ഞാൻ ഇംഗ്ലണ്ടിൽ നിന്ന് ഇവിടെ എത്തിച്ചിട്ടും നിങ്ങൾ എൻ്റെ മകനെ എനിക്ക് വിട്ടു തന്നില്ല. ഒന്ന് കാണാൻ പോലും നിങ്ങൾ എന്നെ അനുവദിച്ചില്ല. അത് എന്റെ അധികാരത്തിൽപ്പെട്ടതല്ല. അവരോടൊപ്പം അയച്ചല്ലോ, വെക്കേഷൻ അല്ലാതെയും. ഞാൻ വന്നപ്പോഴൊക്കെ ബോധപൂർവ്വം നിങ്ങൾ കുട്ടിയെ മാറ്റി നിർത്തി. ഒരു വാക്ക് പോലും സംസാരിക്കാനോ അടുത്തൊന്ന് കാണാനോ പോലും അനുവദിക്കാതെ നിങ്ങൾ എന്നെ പറഞ്ഞു വിട്ടു. പ്ലീസ്, എന്നെ കുറ്റപ്പെടുത്തരുത്. ഇല്ല, അവരുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും പണവും മസിൽ പവറും ഒക്കെ നിങ്ങളെ കീഴ്പ്പെടുത്തി കാണും. ലെറ്റ് മീ എക്സ്പ്ലെയിൻ സം ഓഫ്. നോ, ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ യു എനിമോർ. നിങ്ങൾ ഈ വിധി ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഐ വാണ്ട് എ വൺ വേർഡ് ആൻസർ, യെസ് ഓർ നോ. രാഹുൽ, പ്രിൻസിപ്പാൾ വിളിക്കുന്നു. നിങ്ങളുടെ പ്രയാസങ്ങൾ എനിക്കറിയാം. പക്ഷെ ഒരു വിധത്തിലും നിങ്ങളെ സഹായിക്കാനാവാത്ത പൊസിഷനായിരുന്നു എൻ്റേത്. 3-4 വർഷം ഇംഗ്ലണ്ടിൽ കഴിഞ്ഞ ഒരു കുട്ടിയെ പെട്ടെന്ന് ഒരു ദിവസം സ്റ്റഡ് ഫാമിലെ നിങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ അത് അപകടമാകുന്നവരെന്നെ വാൺ ചെയ്തിരുന്നു.
കമിൻ രാഹുൽ. രാഹുൽ, ഈ വെക്കേഷന് കുട്ടി മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങോട്ട് കൊണ്ടുപോകാനാണ് കുട്ടിയുടെ ഫാദർ വന്നിരിക്കുന്നത്. Father, you mean my dad? അതെ മോനെ, ഞാൻ No. എനിക്ക് അച്ഛനില്ല. Come on, my boy, I'll tell you. പ്രിൻസിപ്പല് പറഞ്ഞ രാഹുൽ അനുസരിക്കില്ലേ? അമ്മമ്മ പറഞ്ഞിട്ടുണ്ട് മറ്റാരുടെ കൂടെയും പോകരുതെന്ന. അവർക്കങ്ങനെ പറയാൻ അധികാരമില്ല. രാഹുലിനറിയാവല്ലോ, മോനെ ആരെ ഏൽപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ കോടതിയിൽ ഒരു കേസ് നടക്കുകയാണ്. അതിന്റെ വിധി വരുന്നതുവരെ തൽക്കാലം നിന്റെ ഗാർഡിയനായിട്ട് കോടതി എന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേ കോർട്ട് തന്നെ കുട്ടിയെ ഈ വെക്കേഷൻ അവൻ്റെ അച്ഛനോട് അയക്കാൻ ഓർഡർ ഇട്ടിരിക്കുകയാണ്. അതനുസരിച്ചില്ലെങ്കിൽ എനിക്ക് പനിഷ്മെന്റ് കിട്ടും. പ്രിൻസിപ്പലിനെ ജയിലിൽ അടയ്ക്കുന്നത് രാഹുലിന് ഇഷ്ടമാണ്. അല്ല. But sir, how can I go with a stranger? മോന്റെ അച്ഛനല്ലേ അദ്ദേഹം. മോനെ തിരിച്ചു കിട്ടാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് സ്നേഹം കൊണ്ടല്ലേ? എന്നെ വിശ്വാസമില്ലേ രാഹുലിന്? പറയൂ. രാഹുൽ, No. പ്രിൻസിപ്പൽ പറഞ്ഞല്ലോ രാഹുൽ സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആണ്, നന്നായി പഠിക്കും, വെരി ഇൻ്റലിജൻറ്റ്, ഗെയിംസിലും എടുക്കണമെന്നൊക്കെ. ആ സ്മാർട്ട്നെസ് ഒന്നും കാണുന്നില്ലല്ലോ ഇപ്പോൾ. മോനെന്തൊന്നും മിണ്ടാത്തെ? ദേഷ്യമാണ്. എന്റെ ഡാഡിയാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ എന്നെ ഒന്ന് കാണാൻ പോലും വന്നില്ലല്ലോ. വന്നിരുന്നു മോനെ, പലവട്ടം വന്നിരുന്നു. No, you are lying. രാഹുൽ, അങ്ങനെ പറയരുത്. നിന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെന്നല്ലേ അച്ഛന് മോഹം. അതിനല്ലേ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത്. അമ്മമ്മ പറഞ്ഞിട്ടുണ്ട് എന്റെ അച്ഛൻ ചീത്താണെന്ന്. ഒരു ഐസ്ക്രീം ഏത് വേണം സാർ? ഏതായാലും മതി. രാഹുൽ, രാഹുൽ നിൽക്കാൻ. രാഹുൽ, രാഹുൽ. രാഹുൽ. Hey, രാഹുൽ. What did you do, man? I hate you. Hold on. ഇരിക്ക് അവിടെ. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഹോസ്റ്റലിൽ തന്നെ തിരിച്ചുകൊണ്ട് വിടാം. അതിനു മുമ്പ് ഞാൻ ആരാണെന്ന് നീ അറിയണം. ഞാൻ നിന്റെ അച്ഛനാണെന്ന് നിനക്ക് ബോധ്യപ്പെടണം. നോക്ക്, എന്നെ കണ്ട ഓർമ്മ നിനക്കുണ്ടാവില്ല.
നിന്റെ അമ്മയെ നീ മറന്നു കാണില്ലല്ലോ. 1.5 വയസ്സുള്ള നീയാണ് അവളുടെ കയ്യിലിരിക്കുന്നത്. അരികെ നിൽക്കുന്ന എന്നെ കണ്ടാൽ നിനക്ക് തിരിച്ചറിയാൻ പറ്റുമോ? നോക്ക്, എല്ലാം നോക്ക്. നിന്റെ അമ്മയോടൊപ്പം ഞാനെടുത്ത ഫോട്ടോകളെല്ലാം നോക്ക്. ഞാൻ നിന്റെ അച്ഛനാണെന്ന് ഇപ്പോഴെങ്കിലും ബോധ്യമാവുന്നുണ്ടോ? Hi, Junior. I'm David Isaac. Nice meeting you. Come on, welcome. Hey, you know, you can talk in English with me. You are convent educated. I am Anglo-Indian. This is Mr. Moidu. This is Dharmadurai. This is Pandian. This is Annamalai. These are your horses, and this is your palace. Welcome. വക്കീലിന്റെ ആള് വന്നിരുന്നു നിങ്ങളെ അന്വേഷിച്ചിട്ട്. അങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞത്. என் உயிரினும் மேலான நண்பர்களை, நாம் இங்க கூடியிருக்கிறது நம்ம மாஸ்டரோட மகனுக்கு வெல்கம் அழைப்பதற்காக. இங்க கூடியிருக்கிற அனைவருக்கும் என்னோட நன்றிகள் இந்த வணக்கம் தெரிவித்துக் கொள்கிறேன். இந்த மீட்டிங் நாளைக்கு சேஞ்ச் பண்ணியாச்சு. நாளை கூடலாம், டைம் இருக்கு. வாங்க போலாம் போலாம் வாங்க. என்ன பார்த்துட்டு இருக்கு யாரும் வாங்க. ഇനി മോന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ അച്ഛനുണ്ട്. എവിടെ എന്റെ മോൻ? രാഹുൽ അവന്റെ ഫാദർ വന്നപ്പോ. ഏത് ഫാദർ? ആ തന്റെ താനും കൂട്ടുന്നു അല്ലേ? ജയൻ, എന്റെ കുട്ടിയെ ഒരു കുതിരക്കാരന്റെ കൂട്ടിലേക്ക് അയക്കാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നു? എന്റെ അനുവാദമില്ലാതെ അവനെ ആരുടെ കൂടെ അയക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? മാഡം, അദ്ദേഹം ഒരു കോർട്ട് ഓർഡറുമായിട്ടാണ്. കോടതി നിയമമൊക്കെ തന്നേക്കാൾ കൂടുതൽ എനിക്കറിയാമോ? കോർട്ടിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാമായിരുന്നില്ലേ? അച്ഛനെന്ന് പറയുന്ന ഒരാൾ വന്ന് വിളിച്ചപ്പോ കുട്ടി ഭയന്ന് ഉറക്കെ കരഞ്ഞെന്നും നിർബന്ധിച്ച് അയാളുടെ കൂടെ അയച്ചാൽ കുട്ടിയുടെ മാനസിക നില തെറ്റുമെന്നും. മാഡം, നിങ്ങൾ പറയുന്നത് എന്തും അനുസരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കുട്ടികളെ സത്യസന്ധത പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ, ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ. തന്റെ പ്രിൻസിപ്പൽ സ്ഥാനം എത്ര ദിവസത്തേക്കെന്ന് ഞാൻ കാണിച്ചു തരാം. എന്റെ കുട്ടിയെ വീണ്ടെടുക്കാൻ എനിക്കറിയാം. രാധിയ വർമ്മയെ തോൽപ്പിച്ചാലുള്ള അനുഭവം എന്തെന്ന് താനും അറിയണം. സിന്ധു, സിന്ധു, തുടരുതന്നെ. ഈ വീട്ടിൽ എച്ചിൽ തിന്നുന്ന നിനക്ക് എന്നെ തടയാൻ അധികാരമില്ല. സിന്ധു, തന്നെ ആരിവിടേക്ക് വിളിച്ചു? ഞാനാണ് വിളിച്ചത്. സിന്ധു. അതെ അമ്മേ, പുറത്തിറങ്ങാൻ അനുവദിക്കാതെ നിങ്ങൾ എനിക്ക് കാവൽ നിർത്തിയ ഗുണ്ടകളുടെയും നിങ്ങളുടെ സെക്രട്ടറി എന്ന് പറയുന്ന ഇയാളുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് ഈ ദിവസം തന്നെ തെരഞ്ഞെടുക്കേണ്ടി വന്നു. സിന്ധു, അകത്ത് പോകൂ. ഈ ഗസ്റ്റുകളുടെ മുമ്പിൽ വെച്ച് ഒക്കെ എന്നെ അറിയാം. ചിലർ എന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ്. ഐ വാണ്ട് their help to escape from this cage. അവരെന്നെ തടയില്ലെന്നറിയാം. വരൂ ഗൗതം. സിന്ധു! എടാ, കാൽ കാശിന് ഗതിയില്ലാത്ത നീ എന്റെ സ്റ്റാറ്റസ് ഓർക്കാതെ ഇവിടെ ഇവിടെ ഇറക്കിക്കൊണ്ട് പോമോ? കാശ് കൊണ്ടാണ് സ്റ്റാറ്റസ് ഇളക്കുന്നതെങ്കിൽ എനിക്കിപ്പോ നിങ്ങളോടോ ഇല്ല. പ്രവൃത്തി കൊണ്ടാണെങ്കിൽ ജസ്റ്റിസ് ആയിരുന്നിട്ട് ഇവിടുത്തെ ജുഡീഷ്യറിയുടെ പ്യൂരിറ്റി പോലും കളങ്കപ്പെടുത്തിയതിന്റെ പേരിൽ പുറന്തള്ളപ്പെട്ട പാരമ്പര്യവും പിന്നീട് ലിക്കർ ലോബിയും വനം കൊള്ളക്കാരും ചേർന്ന് നടത്തുന്ന മാഫിയ സംഘത്തിന് തലപ്പത്തിരിക്കുന്ന നിങ്ങളുടെ യോഗ്യതയും എനിക്കില്ല. Shut up, you bloody rascal! എന്നാലും ജനങ്ങൾ പറയും മകന്റെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ കൂടെ താമസിപ്പിക്കുന്ന നിങ്ങളുടെ മൊറാലിറ്റിയെ പറ്റി. You dirty scoundrel!
അരുത്. ഇല്ലെങ്കിൽ എനിക്കും കൂടി ചിലത് പറയേണ്ടി വരും. ജയൻ, എന്ത് നിലയ്ക്കായാലും എന്റെ കുഞ്ഞിനെ ഇവിടെ എത്തിക്കണം. ആ വൃത്തികെട്ട കുതിരക്കാരന്റെ കൂടെ ഒരു നിമിഷം പോലും നിർത്തിക്കൂടാ. മനസ്സിലായോ? I'll explain that. Once you switch on the lamp, the stars appear and moves towards the edges. And then it starts evolving and you can see different colors. ബാർബി വേണ്ട. വേണ്ടേ? Please come, sir. Uh-huh. You can see more varieties here. See? It's very nice. 20 rupees only. നൈസ്. This latest one. 50 rupees only, sir. രാഹുൽ,